ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലില് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വിവാഹ നിശ്ചയം മുടങ്ങിയതിന്റെ കാരണക്കാര് കനകയും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനും നന്ദും ഈ നയനയൊക്കെയാണെന്ന് വരുത്തി തീർക്കാണ് ജലജാട്ടോ. ആദ്യമൊക്കെ നമ്മുടെ നയന അത് കേട്ടിരിക്കുന്നുണ്ടെങ്കിലും അവസാനം തന്റെ അച്ഛനും അമ്മേനും കുറ്റം പറയണത് ഒരുപാട് അങ്ങോട്ട് നയനക്ക് കേട്ടിരിക്കാൻ പറ്റുന്നില്ല. നയന പറയുന്നുണ്ട്, അപ്പച്ചി ദേ കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, കുറെ നേരം ഞാൻ ക്ഷമിക്കുന്നു, ഇതെന്റെ അച്ഛനും അമ്മയാണ്, ഇനി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അപ്പച്ചിയാണെന്ന് ഞാൻ നോക്കുന്നില്ല, വിളിച്ചു വരുത്തിയിട്ടാണ് എന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നേന്നുമല്ല എന്ന് പറയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് അനിയുടെയും അതുപോലെ തന്നെ നന്ദും കൂടി ചേർന്നിട്ടാണ് ഈ വിവാഹ നിശ്ചയം മുടക്കിയത് എന്നാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത്രയും ദിവസം ദേ ഇന്ന് വരെ ഞാൻ അനിയടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അവന്തികയുടെ വിഷമം കാണാതിരിക്കരുത്, അവന്തികനെ വിവാഹം കഴിക്കണം, അവന്തികക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം, അവന്തിക നല്ലൊരു പെൺകുട്ടിയാണ്. എന്നിട്ട് എന്റെ അനിയത്തിന്റെ വിഷമം കാണാതെ ഞാൻ കണ്ടോണ്ടിരുന്നത് അവന്തികയുടെ വിഷമം, അവന്തികക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ, അനിയനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ നിമിഷം മുതല് ഞാൻ പറയാണ്, ഇനി ഒരിക്കലും ഞാൻ അനീനെ അവന്തികത്തെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കില്ല. അനിക്ക് ആരെയാണോ വിവാഹം കഴിക്കേണ്ടത് അവരെ അനി വിവാഹം കഴിക്കട്ടെ. ഒരിക്കലും ഞാൻ വേറെ അനിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തലയിടാൻ പോണില്ല. അഥവാ അനി പറയാണ് എന്റെ അനിയത്തിനെ ഞാൻ അനി വിവാഹം കഴിക്കുമെന്ന് പറയുകയാണെങ്കിൽ അതിനും സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും ഇത് തന്നെയാണോടാ ആദർശേ നിന്റെ അഭിപ്രായം എന്ന് ജാനകിയും ജലജയും ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോവാട്ടോ. കുറച്ച് കഴിയുമ്പോൾ ദേവയാനി പറയണ്ട്, അതെ എന്റെ മരുമകൾ ഗർഭിണിയാണ്, അവളെ വിഷമിപ്പിക്കുന്ന തരത്തില് ആർക്കും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, അവളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ആദ്യം എന്തെങ്കിലും പെരുമാറി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് നമ്മുടെ ദേവയാനിയും പറയണ്ട. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതോടുകൂടി ജലജടൻ ജാനകിയുടെ അഹങ്കാരം അങ്ങോട്ട് തീർന്നു. ജാനകി പറയണ്ട്, നോക്കിക്കോ എടാ നീ നോക്കിക്കോടാ, നീ എങ്ങാനും അവളുണ്ടല്ലോ ആ നന്ദുവിനെ വിവാഹം കഴിച്ചിട്ട് എങ്ങാനും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ദേ വിവാഹം കഴിഞ്ഞ് വരുമ്പോഴേ നീ അവളുടെ കൈയും പിടിച്ച് ഇവിടെ വരുന്ന സമയമുണ്ടല്ലോ, നീ ജീവിക്കാൻ വേണ്ടി വരുന്ന സമയം, ആ സമയത്ത് നിന്റെ അമ്മയായിട്ടുള്ള ഞാൻ ഇവിടെ വെള്ള പൊതച്ച് കിടക്കണത് നീ കാണോടാ, നോക്കിക്കോ ഞാൻ ഫാനിൽ കെട്ടി തൂങ്ങി ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അകത്തേക്കും പോകുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടിയിട്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അങ്ങനെ ഞാനിനി പറയാൻ പോണത് തമിഴിലും കൂടി ഭാഗം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചേർത്തിട്ട് ഒരു തീരുമാനത്തിലെത്താണ്. വേറെ ആരുമല്ല, നമ്മുടെ നയനയും ദേവയാനിയും ആദർശും അനിയൊക്കെ തീരുമാനിക്കുകയാണ്. കാരണം ഇനിയിപ്പൊ അനിയുടെ മനസ്സ് കാണാതിരിക്കാൻ പറ്റില്ല. അനിയുടെ ആദ്യത്തെ വിവാഹ ജീവിതം കുളം തോണ്ടി, എന്നിട്ട് അവൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതും പറ്റാണ്ട് ഇപ്പൊ പറഞ്ഞ വേറെ ഒരു പെണ്ണ്, അതായത് അവന്തിങ്ങനെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു പെണ്ണിന് വിവാഹം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും അനിയുടെ ജീവിതം കുളം തോണ്ടായിട്ട് ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെ നയനയും ദേവിയാനും ആദർശം കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. അനി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, അവനൊരു താല്പര്യമില്ല, സ്വർണത്തിനോടോ പണത്തിനോടോ ഒന്നും താല്പര്യമില്ല, സ്നേഹബന്ധങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്ന ഒരാളാണ് അനി. ഒന്നിനോട് വാശി പിടിക്കട്ടെ, എനിക്കിത് വേണം, എനിക്കിത് കിട്ടിയേ പറ്റുന്ന വാശി ചെറുപ്പം മുതൽ പിടിച്ചിട്ടില്ല, അത്ര നല്ല സ്വഭാവമാണ്. ഇപ്പൊ അവന്റെ ജീവിതത്തിൽ നന്ദു വേണം എന്നൊരു വാശി അവനുണ്ട്. ആ വാശി നടത്തി കൊടുക്കുക എന്നുള്ളത് ചേട്ടനായിട്ടുള്ള എന്റെ കടമയാണ് എന്ന് ആദർശ് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ നയന പണ്ട് ആദർശനെ പറഞ്ഞത് വളരെ ശരിയാണ്, 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ആദർശേട്ടന്റെ കൂടെ ഞാനും ഉണ്ട്, അനിയുടെ ഈ ഒരു ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം. ഇത് കേൾക്കുന്ന ദേവയാനി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ പിന്നെ ഞാനും ഉണ്ട് എന്ന് പറയാണ്. പിന്നെ ജയനും കൂടാണ്. അങ്ങനെ നന്ദു അനിയും വേണ്ടി ഒന്നിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്താണ്. നന്ദുവിന്റെയും അനിയുടെയും വിവാഹം നടത്തി കൊടുക്കാം എന്നുള്ളത്. അപ്പോഴും ഈ നിയമങ്ങളൊന്നും അവർ പാലിക്കണില്ല കേട്ടോ. അതായത് അനാമികയുടെയും നമ്മുടെ അനിയുടെയും വിവാഹം ഉണ്ടല്ലോ, ആ ബന്ധം വേർപെടുത്തിയിട്ടില്ല. അതിനു മുമ്പേ വീണ്ടും നന്ദു അനിയനെയും കൂടി നേരിട്ട് വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആദർശ് നയന എല്ലാവരും കൂടി. അത് അമ്പലത്തിൽ വെച്ചിട്ട് വളരെ ചെറിയ രീതിയിൽ വിവാഹം കഴിഞ്ഞു അവർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന രീതിയിൽ. പക്ഷെ ഇതെങ്ങനെയോ മണത്തറിയുന്നുണ്ട് അനാമിക. അപ്പോഴേക്കും നമ്മുടെ നന്ദുവിന്റെയും അനിയുടെ വിവാഹം കഴിഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നീട് നന്ദുവിനെയും അനിയനെയും കൂടി ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ തമിഴിലുണ്ട്. എന്തായാലും മലയാളത്തിൽ അത്ര അങ്ങോട്ട് കാണിക്കില്ലെങ്കിലും ഇനി അനി നന്ദു ഒന്നിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോണത്. പിന്നെ നവ്യ ഇപ്പൊ അവരുടെ മുമ്പിലൊക്കെ അഭിനയിക്കുകയാണ്, ഭയങ്കര മോശ പെണ്ണായിട്ടും. ഇപ്പോഴും നവ്യക്ക് ദേഷ്യമാണ്, ബാക്കി മുത്തശ്ശിനോടും മുത്തശ്ശിയെടുത്തും ആദർശിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ നവ്യ അഭിനയിക്കുന്നുണ്ടല്ലോ. ആ നവ്യയുടെ അഭിനയം വെറും അഭിനയമാണെന്ന് നമ്മുടെ നയനെ കണ്ടുപിടിക്കും.
കാണിക്കും കേട്ടോ. നവ്യക്ക് ഇപ്പോഴും മനസ്സിലെ അടങ്ങാത്ത സ്നേഹമാണ് തന്നോടും തന്റെ അനിയത്തി നന്ദുവിനോടും അച്ഛനോടും അമ്മയോടും ആദർശേട്ടനും എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ചന്തുമോളെ ആണെങ്കിലോ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് നവ്യ എന്നും നയന മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ നയനക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങാൻ പോവാട്ടോ ഇനി. അതായത് നവ്യ ഈ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണോ? കാരണം തന്റെ ചേച്ചിനെ താൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ്, തന്റെ ചേച്ചിയെ തന്നെ എടുത്ത് നടന്നത്. അപ്പൊ അങ്ങനെയുള്ള നവ്യയുടെ മനസ്സ് നയനെ കാണാതിരിക്കില്ലല്ലോ. അങ്ങനെ നവ്യയിൽ ചെറിയ സംശയങ്ങളൊക്കെ നയനക്ക് വന്നു തുടങ്ങാണ്. അപ്പോ നയന പറയേണ്ട ആദർശിനോട്, ആദർശേട്ടാ എനിക്കൊരു സംശയം നവ്യേച്ചിയുടെ കാര്യത്തിലാണ്. ഓ അവളുടെ കാര്യം ഒന്ന് പറയലോടോ, വെറുതെ മൂഡ് ഔട്ട് ആക്കാൻ. അല്ല ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആദർശിനും കേക്ക്. വേറൊന്നുമല്ല, ചേച്ചി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്ന് എനിക്കൊരു സംശയം. അഭിനയിക്കാൻ തന്റെ ചേച്ചി മിടുക്കിയാണല്ലോ. അതല്ല ആദർശേട്ടാ, മറ്റുള്ളവരടുത്തൊക്കെ ഭയങ്കര ശത്രുവായിട്ടൊക്കെ ചേച്ചി അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പൊ എന്നോട് പോലും. പക്ഷെ അത് അങ്ങനെയല്ല, പലപ്പോഴും ചേച്ചി മാറിയിരുന്ന് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്നെ വളരെ സ്നേഹത്തോട് മാത്രമേ ചേച്ചി നോക്കാറുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ചന്തുമോളത്തെ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇത് ആര് വാങ്ങി തന്നാന്ന് ചോദിച്ചപ്പോ അവൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചപ്പോ അത് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ അമ്മ വാങ്ങിച്ചെന്നതാണെന്ന്, അതായത് ആദർശേട്ടന്റെ അമ്മ മുത്തശ്ശി വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞത്. അമ്മയോട് ചോദിച്ചപ്പോ അമ്മ അങ്ങനത്തെ ചോക്ലേറ്റ് വാങ്ങി കൊടുത്തിട്ടേ ഇല്ല. കുറെ നാൾ മുമ്പും ഇതുപോലെ മോൾ ആ ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞപ്പോ ആദർശ് വലിയച്ഛൻ മേടിച്ചെന്നതാണ് പറയുകയും ചെയ്തു. അപ്പൊ ഈ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ചന്തുമോളെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ നയനാട്ടോ. മോളോട് ചോദിക്കണ്ടേ, മോൾക്ക് ഈ അമ്മേനെ ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഈ അച്ഛൻ ആദർശ അച്ഛന് ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടാ. എന്നാ മോള് പറ, സത്യമായിട്ടും മോൾക്ക് ഈ ചോക്ലേറ്റ് ആരാ വാങ്ങിച്ചത്? എന്നോട് ഞാൻ ചോദിക്കാൻ പറയും ആദർശേട്ടന്റെ അമ്മയാ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ആദർശേട്ടൻ്റെ അമ്മയടുത്ത് പറയും ഞാനാണ് വാങ്ങിച്ചത്. സത്യം കേട്ടോ, നിനക്ക് ഈ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചത് ആരാ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മോള് സത്യം, ചന്തുമോള് സത്യം പറയാണ്. ഇതൊക്കെ വാങ്ങിച്ചത് നവ്യ വല്യമ്മയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും വിഷമമൊക്കെ ആവുന്നുണ്ട് നയനക്ക്. സത്യമാണ് മോളി പറഞ്ഞത്. അതെ, പിന്നെ കുഞ്ഞവനെ കാണാനൊക്കെ എന്നെ അനുവദിക്കാറുണ്ട്. നവ്യ വല്യമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം ആരോടും പറയരുതെന്നാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് മറ്റുള്ളവരുടെ മുമ്പിൽ ദേഷ്യത്തോട് തന്നെ സംസാരിക്കും, പക്ഷെ സ്നേഹത്തോടെ ആരുമില്ലാത്തപ്പോൾ സംസാരിക്കും. എന്നെ ആരും അത് പുറത്തൊക്കെ കൊണ്ടുപോകും. പിന്നെ ചോക്ലേറ്റ്, ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചു തരും. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് മുത്തശ്ശി വാങ്ങിച്ചെന്നാണെന്നും നയനമ്മ വാങ്ങിച്ചെന്നാണെന്നൊക്കെ പറയണോന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോ അപ്പൊ ചേച്ചിക്ക് എല്ലാം മനസ്സിലായി. അല്ലാന്നുണ്ടെങ്കിൽ ചന്തുമോളെ ഇങ്ങനെ സ്നേഹിക്കില്ലല്ലോ എന്ന് നയനക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അനിയുടെ നന്ദുവിന്റെ വിവാഹവും അതുപോലെ നവ്യയുടെ നല്ല മനസ്സൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന ഭാഗമാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഈ സീരിയലിലെ കൂടി അഡ്വക്കേറ്റ് അഞ്ജലിയും കൂടി ഇടുന്നുണ്ട്. 2 സീരിയലും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒറിജിനൽ പ്രൊമോ രാത്രി തന്നെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യും. അപ്പൊ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.